ഹലോ, ഞാൻ ഹന. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജീൻസ് വെച്ചിട്ടൊരു ബക്കറ്റ് ഹാറ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ടെംപ്ലേറ്റ് വേണം. ഇത് സ്റ്റിച്ചിങ്ങിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉള്ളത് ഇതെനിക്ക് ഓൺലൈനിൽ കിട്ടിയതാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഹെഡ് ബാൻഡും പിന്നെ ബ്രിമ്മും വരുന്നുണ്ട്. പിന്നെ വേണ്ടത് ജീൻസ്. സ്റ്റിച്ച് കളയാൻ വേണ്ടി ഞാൻ അവിടെ കട്ട് ചെയ്യുക ചെയ്യുന്നത്. ആദ്യം നമുക്ക് ടോപ്പ് കട്ട് ചെയ്യണം, ടോപ്പ് സർക്കിൾ. അപ്പോൾ അതിന് ഞാൻ പേപ്പറിൽ തന്ന സർക്കിൾ തന്നെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം അത് നമുക്ക് അത് എല്ലാവർക്കും പാകാവുന്നൊരു മീഡിയം സൈസാണ്. അടുത്തത് നമ്മൾ ബ്രിമ്മാണ്. ബ്രിമ്മെന്ന് പറഞ്ഞാൽ ക്യാപ്പിൻ്റെ ഷെയ്ഡുള്ള പോർഷനല്ലേ, ഏറ്റവും ലാസ്റ്റ് പോർഷൻ അതാണ്. അപ്പോൾ എഡ്ജ്. അപ്പോൾ അതിന് ഈ ബ്രിമ്മെന്ന് എഴുതിയ സ്റ്റെൻസിൽ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻ എടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റെൻസിൽ വെക്കുമ്പോൾ ഫോൾഡ് എഴുതിയ പോർഷൻ നമ്മൾ ക്ലോത്ത് ഫോൾഡ് ചെയ്ത ഭാഗത്ത് വെക്കണം. അങ്ങനെ എന്നിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ എടുക്കാം. ഇങ്ങനെ ബ്രിമ്മ് 4 പീസ് വേണം. ഇത് സെയിം സൈസിൽ 4 പീസ് വേണം. ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ 4 പീസ് കട്ട് ചെയ്തെടുക്കണം. ഇനി അടുത്തത് നമ്മളെ ഹെഡ് ബാൻഡാണ്. അതായത് ടോപ്പിൻ്റെയും ബ്രിമ്മിൻ്റെയും നടുവിലുള്ള പീസ്. അതിന് നമ്മൾ ബ്രിമ്മ് കട്ട് ചെയ്ത പോലെ തന്നെ ഹെഡ് ബാൻഡ് എന്ന് പറഞ്ഞുള്ള സ്റ്റെൻസിൽ എടുത്തിട്ട് ക്ലോത്ത് മടക്കിയിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ എടുത്തിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഇതുമ്മേ എഴുതേണ്ട ഫോൾഡ് എന്ന്. അപ്പോൾ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഈ ഫോൾഡ് എന്ന് പറഞ്ഞ സ്റ്റെൻസിൽ വെച്ചിട്ട് അവിടെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനത്തെ 2 പീസ് വേണം. ഹെഡ് ബാൻഡ് അപ്പോൾ 2 പീസ് വേണം. അപ്പോൾ ടോപ്പ് 1 പീസ്, പിന്നെ ബ്രിമ്മ് 4 പീസ്, ഹെഡ് ബാൻഡ് 2 പീസ്. ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഹെഡ് ബാൻഡാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഹെഡ് ബാൻഡ് 2 പീസ് ഉണ്ടായിരുന്നു. അത് രണ്ടും ഫ്രണ്ട് സൈഡ് ഫേസ് ആക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡിലായിട്ട് നമ്മൾ ഏതാണ് ഫ്രണ്ട് സൈഡായി ഉപയോഗിക്കുന്നത് അത് നമ്മൾ ഉള്ളിലേക്കായിട്ട് വേണം സ്റ്റിച്ച് ആക്കാൻ. രണ്ട് സൈഡും നമ്മൾ ഹെഡ് ബാൻഡ് സ്റ്റിച്ചാക്കി. ഇനി നമ്മൾ നടുവിൽ ആ സർക്കിൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഇതിൻ്റെ സർക്കിളിൻ്റെ എഡ്ജസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ടൈം കൺസ്യൂമിങ് ആണ്, ടൈം എടുക്കും ചെയ്യുമ്പോൾ. ഇനി അടുത്തത് ബ്രിമ്മാണ്. ബ്രിമ്മ് 4 പീസ് ഉണ്ട്. അപ്പോൾ 2 പീസുകൾ പെയറാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്. ഇതുപോലെ നമ്മൾ അതിൻ്റെ എഡ്ജിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ രണ്ട് പെയർ അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ 2 പെയറും തല തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ എഡ്ജസിൽ പിന്നെ കൂട്ടിയിട്ട് നമ്മൾ സ്റ്റിച്ചാക്കണം. ഇതുപോലെ നമ്മൾ സ്റ്റിച്ചാക്കണം ആ സൈഡിൽ. അപ്പോൾ നമ്മൾ 2 സൈഡിലും ഇതുപോലെ സ്റ്റിച്ചാക്കിയിട്ടുണ്ട്. ഈ 2 പെയറാക്കിയിട്ട് പിന്നെ ആദ്യം നമ്മൾ അതിൻ്റെ എഡ്ജ് സ്റ്റിച്ചാക്കിയിട്ട് പിന്നെ ആ 2 പെയറും ഇവിടെ ഇതിൻ്റെ 2 സൈഡിൽ നമ്മളിങ്ങനെ സ്റ്റിച്ചാക്കിയിട്ട് അങ്ങനെ ഒരു റൗണ്ട് നമുക്ക് കിട്ടും. എന്നിട്ട് അതിൻ്റെ ഈ നടുവിൽ സ്റ്റിച്ചാക്കിയ ഭാഗം നമ്മളിങ്ങനെ മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ക്യാപ്പിൻ്റെ എഡ്ജ് ഉണ്ടാവില്ലേ, ഏറ്റവും ലാസ്റ്റ് പോർഷനായിട്ട് നമുക്ക് കിട്ടും. ഇനി ലാസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ബ്രിമ്മും പിന്നെ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ഹെഡ് ബാൻഡും സർക്കിൾ ടോപ്പും പാടെ കൂട്ടി സ്റ്റിച്ചാക്കലാണ്. അപ്പോൾ ഇത് ഉള്ളിലേക്കാക്കിയിട്ട് വേണം സ്റ്റിച്ചാക്കാൻ. ഇതുപോലെ നമ്മൾ ഈ സർക്കിൾ ടോപ്പും ബ്രിമ്മും പാടെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ചാക്കി. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ ബക്കറ്റ് ഹാറ്റിന്. ഇത് നമ്മൾ സ്റ്റെൻസിലുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുറേ ഫാബ്രിക്സ് നമ്മൾ വീട്ടിലുണ്ടാവും നമുക്ക് വേണ്ടത്. ഇതിൻ്റെ സ്റ്റെൻസിലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഹോപ്പ് യു ആൾ ലൈക്ക് ദിസ് വീഡിയോ. ബൈ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.